ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എറണാകുളത്തുള്ള വളപ്പ് ബീച്ചിലാണ് പോയത്. നമ്മളൊരു 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ 5 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴി, അതായത് 2 സൈഡ് ഇങ്ങനെ വെള്ളമായിട്ട് നടുക്ക് കൂടി ഇങ്ങനെ വണ്ടി പോകുന്ന ഒരു സ്പേസാണ്. ഇതിലൂടെ വണ്ടി പോകുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. 2 സൈഡായിട്ട് ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട് കേട്ടോ. പിന്നെ സൺഡേ ആയിക്കൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയാണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് നടക്കാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണുള്ളത്. പിന്നെ നമ്മൾ ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കളിച്ചതിന് ശേഷം ഡ്രസ്സ് മാറാനാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് ഈ മരം ഉള്ളതുകൊണ്ട് നല്ല തണലും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇതാണ് എൻ്റെ കസിൻസ് എല്ലാവരും. ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾക്ക് ഇവരൊക്കെ അറിയില്ലേ, നമ്മളന്ന് മഹാഗണി തോട്ടത്തിൽ പോയപ്പം എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഐശും കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോഴത്തേക്ക് അത് വീഡിയോ ആയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഒക്കെ കഴിച്ചു. പിന്നെ ലേസ് കുറേ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. ഗൈസ്, നമ്മൾ വന്ന പ്ലാൻ വേറെ, ഇവിടെ വന്നിട്ട് നടന്ന പ്ലാൻ വേറെ, അങ്ങനെ ആയിപ്പോയി. നമ്മൾ എന്താ പറയുക, വീഡിയോസും പിന്നെ ഫോട്ടോസും പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് സ്നാക്സൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും കണ്ടോളും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ നമ്മൾ ആദ്യമേ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, മാങ്ങൻ്റെ 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മിണുങ്ങലായി. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് വെള്ളത്തിൻ്റെ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ വെയിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയാണ്. പിന്നെ ബീച്ചിൽ കുറേ പേര് പട്ടൊക്കെ പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അത് കാണാൻ. പിന്നെ നമ്മളെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ ഫ്രണ്ട്സ്. നല്ല അടിപൊളി രസമായിരുന്നു കളിക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ തിര ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടുന്നത്. പക്ഷേ എൻ്റെ പേരുള്ള കസിൻസിന് അങ്ങനെ ആർക്കും വലിയ പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് മിന്നുവിന് പേടില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ മിന്നുവിനെ സമ്മതിക്കില്ല അങ്ങോളം പോവാൻ. കണ്ടാ, ഞാൻ ഭയങ്കര കുറച്ച് പേടിയുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തിരയൊക്കെ പേടിയുണ്ടെങ്കിൽ താഴെ പറയണേ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത്, വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് പോകാനും പിന്നെ അതിനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പേടി ഉണ്ടെങ്കിലും കളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മിന്നൂസ് അങ്ങേക്ക് പോകുന്നത്, ഞാൻ മിന്നൂസിനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ മറ്റേ മണ്ണിനെ കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ ഉണ്ടാക്കി ഞാനും മിന്നും മാന്തി ഉണ്ടാക്കി. പക്ഷെ അതെല്ലാം ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ തിര വന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് എല്ലാവരും വന്നു കേട്ടോ മണ്ണിൽ കളിക്കാനേ. പിന്നെ എൻ്റെ പാപ്പുമൊക്കെ കുറേ ദൂരത്തോട്ട് പോകും കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ണിയൊക്കെ കുറച്ച് ദൂരത്തേക്ക് പോകും. പക്ഷെ പാപ്പു അങ്ങ് ദൂരത്തോളം പോവും. നിന്ന് കളിച്ച് മടുത്ത് നമ്മൾ ഇരുന്ന് കളിയായി ഗൈസ്. പക്ഷെ ഇരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പണി പാടിയത്. ഡ്രസ്സിൽ ഫുള്ളായിട്ട് പൂഴിയായിരുന്നു. പക്ഷെ നിന്നപ്പം അങ്ങനെ എന്താ പറയുക വലുതായിട്ട് പൂഴി ഡ്രസ്സിലാവില്ല. പക്ഷെ ഇരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഡ്രസ്സിൽ പൂഴിയാവുക. പിന്നെ മിന്നൂസ് ഉമ്മാൻ്റെയും മമ്മീൻ്റെ ഒക്കെ പേരൊക്കെ എഴുതുന്നുണ്ട്. നമ്മളെപ്പോലെ വേറെ ഒരുപാട് കുട്ടികൾ എന്താ പറയുക മണ്ണിനെ കൊണ്ട് ഒരുപാട് എന്താ പറയുക വീട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സമയം കൂടുന്നതിന് തിരൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, പിന്നെ മിന്നൂസിൻ്റെ സങ്കടം മാറ്റാൻ ഇച്ചിരി നേരം കൂടി കളിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് ഒരു 6:30 നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അന്നത്തെ ദിവസം നല്ലൊരു രസമുള്ള ദിവസമായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ നല്ല അടിപൊളി സൺസെറ്റ് കണ്ടു കേട്ടോ. നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു. അത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു സോഡ കുടിച്ചു. എല്ലാവരും കുടിച്ചു കേട്ടോ. നമ്മളെല്ലാവരും സോഡയൊക്കെ കുടിച്ചു ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ ചെറിയ ഗാനമേള ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല, നമ്മൾ വേറെ ഇറങ്ങി ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാണ്ട് പറ്റിയില്ല ഫ്രണ്ട്സ്. പിന്നെ ഈ ഗാനമേള ലൈറ്റ്സൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു
ഫ്രണ്ട്സ്. അപ്പം നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ എല്ലാം കൂടി ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.